പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരമർപ്പിച്ചു രാജ്യം. ശ്രീനഗർ പോലീസ് ആസ്ഥാനത്ത് കൊല്ലപ്പെട്ടവർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഭീകരതയ്ക്കെതിരെ ജമ്മു കാശ്മീരിലെ തെരുവുകളിൽ ജനത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ജമ്മു കശ്മീർ. കൊല്ലപ്പെട്ട 26 പേരുടെ മൃതദേഹങ്ങൾ അനന്ത്നാഗ് MCHൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവർ ആദരമർപ്പിച്ചു. മലയാളിയായ N രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ ഡൽഹി വഴി നാട്ടിലേക്ക് അയച്ചു. ഭീകരാക്രമണം ഉണ്ടായ പ്രദേശത്ത് ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തി സാഹചര്യങ്ങൾ നേരിട്ട് അവലോകനം ചെയ്തു. NIA സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആക്രമണത്തിന്റെ ഭീതിയിൽ നിലവിൽ ജമ്മു കശ്മീരിലുള്ള വിനോദസഞ്ചാരികൾ നാടുകളിലേക്ക് മടങ്ങുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി നാടുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ക്രമീകരണമൊരുക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഭീകരാക്രമണത്തിനെതിരെ ശ്രീനഗറിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ റാലി നടന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ബന്ദ് ആചരിക്കുകയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിന്റെ ദുഃഖത്തിലും രോഷത്തിലുമാണ് കശ്മീരും രാജ്യവും. ആളുകളെ സുരക്ഷിതരാക്കിയ ശേഷം ഭീകരവാദികൾക്ക് തക്കതായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഏജൻസികൾ. ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.